അങ്ങനെ അലീന പോയതിനു ശേഷം വൈജയന്തി നേരെ നെടുമുറുക്കിലെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ തന്റെ മക്കളോ തന്റെ ഭർത്താവോ ഒന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല കേട്ടോ. വൈജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. വൈജ നേരെ കൃഷ്ണയുടെ മുറിയിലേക്ക് ചെല്ലാണ്. അവിടെ ബബിതയും രോഹിയും കൃഷ്ണയും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ സംസാര വിഷയം അലീനയെ കുറിച്ചുള്ളതാണ്. തങ്ങളുടെ ചേച്ചിയാണ് അലീന, എന്നിട്ട് പോലും ഇവിടെ നിൽക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്നുപേരും വല്ലാത്ത വിഷമത്തിലാണ് കേട്ടോ. അലീന പോയതോടുകൂടി വീടാകെ ഉറങ്ങിപ്പോയി. ഇത്രയും കാലം ചേച്ചി ഉണ്ടായിരുന്നു എല്ലാത്തിനും. നമ്മളെ നേർവഴിക്ക് നടക്കാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കാനും, നമ്മുടെ അച്ഛൻ അസുഖം വന്നപ്പോൾ കെയർ ചെയ്യാനും, നമുക്ക് അസുഖം വന്നപ്പോൾ നോക്കാനും, നമ്മുടെ എല്ലാ കാര്യവും തീരുമാനിക്കാനും ഒക്കെ ചേച്ചി ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ആരുമില്ലാത്ത പോലെ ഒറ്റപ്പെട്ടു പോയി അല്ലേ ഏട്ടാ എന്നൊക്കെ കൃഷ്ണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് വൈജ കയറി വരുന്നത്. അപ്പോൾ ഞാൻ നിന്റെയൊക്കെ ആരാടി എന്ന് ചോദിക്കാണ്. കൃഷ്ണ പറയുന്നുണ്ട്, ഓ അമ്മ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ഓൾറെഡി അമ്മ ഇവിടെ നിപ്പുണ്ട്. എങ്ങനെ ഒരാള് ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പോലും നിങ്ങൾക്കറിയില്ലല്ലോ. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലേ. നിങ്ങൾക്കെപ്പോഴും അവളെക്കുറിച്ചുള്ള വർത്താനം മാത്രമല്ലേ ഉള്ളൂ. അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കെട്ടിക്കാൻ ഞാൻ കുറെ പണിപ്പെട്ടതാ. അവസാനം ആ നാശം പിടിച്ചവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പോലും എനിക്ക് ഒരു സമാധാനം തരില്ല അല്ലേ. നീയൊക്കെ കൂടി എപ്പോൾ നോക്കിയാലും അലീന അലീന എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കാണ്. അമ്മേ, അലീന ചേച്ചി ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നതൊക്കെ അതുപോലെയാ. ഞങ്ങളോട് എന്തൊരു സ്നേഹമായെന്നറിയോ. ഭവിതേച്ചിയുടെ സ്വഭാവത്തിൽ ഇത്രയും മാറ്റം വരാൻ കാരണം ചേച്ചിയാ. രോഹിയുടെ കാര്യം അമ്മയ്ക്ക് അറിയാമല്ലോ. രോഹിയുടെ എങ്ങനെ ഇരുന്നതാ, എന്നിട്ടിപ്പോ എന്ത് മാറ്റായി? അതിനെല്ലാം കാരണക്കാരി ആരാ? നമ്മുടെ അലീന ചേച്ചി അല്ലേ എന്ന് ചോദിക്കാണ്. മിണ്ടിപ്പോകരുത് അലീന ചേച്ചി. അവൾ എന്തുണ്ടാക്കിയെന്നാ നീ പറയുന്നത്? അവൾ വന്ന് കയറിന് ശേഷമല്ലേ ഇവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൾ വരുന്നിടം വരെ ഈ വീട്ടില് കൊല്ലപ്പള്ളിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? വന്നതിന് ശേഷം കൊല്ലപ്പള്ളിയിൽ എന്തൊക്കെ ദുരന്തങ്ങളാ ഉണ്ടായത്? അവൻ ജയിലിൽ പോകാൻ കാരണക്കാരി ആരാ? ഇവൾ ഒറ്റ എടുത്തിയല്ലേ. ബബിത പറയാണ്, അമ്മേ അവന്റെ സ്വഭാവം തീരെ ശരിയല്ല. അതുകൊണ്ടാ ഹരി ജയിലിലേക്ക് പോയത്. അമ്മയ്ക്കറിയോ, ഈ കൃഷ്ണമോളോട് അവൻ മോശമായി പെരുമാറിയിട്ടുണ്ട്. അപ്പോഴും കൃഷ്ണനെ രക്ഷപ്പെടുത്തിയത് അലീന ചേച്ചിയാ. അത് മാത്രമല്ല, എന്നോടും ആ ഹരി മോശമായി പെരുമാറിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ സ്വയം രക്ഷിക്കുകയായിരുന്നു. അങ്ങനെയുള്ള അവന്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയാ അവൻ ജയിലിലേക്ക് പോയത്. അല്ലാതെ അലീന ചേച്ചി ഒരു കാരണക്കാരിയൊന്നും അല്ല. ചേച്ചിയെടുത്തും അവൻ അതുപോലെ തന്നെ മോശമായി പെരുമാറിയില്ലേ എന്ന് ചോദിക്കാണ്. രോഹി പറയുന്നുണ്ട്, അതെ, കൂടെ നിന്ന് എൻ്റെ പെങ്ങന്മാരെ പോലും അവൻ ഇങ്ങേ കണ്ണുകൊണ്ടാ കാണുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ്റെ ഈ സ്വഭാവം കാരണമാണ് അവൻ ജയിലിലേക്ക് പോയത്. അല്ലാതെ ആ അലീന ചേച്ചിയുടെ കാരണം കൊണ്ടല്ല. ആ ശരണ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ പോലും അവനെ ഒരുപാട് സ്നേഹിച്ചതാ. അവനാണെങ്കിലോ താൻ സ്നേഹിക്കുന്നത് പോലെ ഒത്തിരി അഭിനയിക്കുകയും ചെയ്തു. പാവം ആ പെൺകുട്ടി ഇതൊന്നും അറിയാതെയാ അവൻ്റെ വലയിലേക്ക് വന്ന് വീണത്. ഞാനും അങ്ങനെ തന്നെയാ. ഇങ്ങനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതൊക്കെയാണ് അവൻ്റെ മനസ്സിലിരിപ്പെന്നോ എങ്കിലും അവൻ ചതിക്കാണെന്നോ എനിക്കറിയില്ലായിരുന്നോ എന്നൊക്കെ രോഹി പറയുന്നുണ്ട്. രോഹി പറയാണ്, എൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റത്തിന് കാരണം അലീന ചേച്ചി തന്നെയാ. ഞാനും ഹരിയെപ്പോലെ തന്നെ ആയിരുന്നു. എങ്ങനെയെങ്കിലും ആ പെൺകുട്ടീനെ വശീകരിക്കാൻ തന്നെയാ ഞാൻ ശ്രമിച്ചത്. അവസാന നിമിഷം ചേച്ചിയെടുത്തും ഞാൻ മോശമായി പെരുമാറിയില്ലേ. അന്നും ചേച്ചീനെ പോലീസിൽ പിടിച്ചു കൊടുത്തില്ല. പിന്നീടാണ് ശരണയുമൊത്തുള്ള കേസും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായത്. ചേച്ചി കാരണം മാത്രമാണ് എനിക്കിപ്പോൾ പുതിയൊരു ലൈഫ് ഉണ്ടായത് പോലും. ഇവിടെ വന്ന് കയറിയിട്ടും ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലായിരുന്നു ഞാൻ. വല്ലാത്ത ഡിപ്രഷൻ അടിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അതിൽ നിന്നെല്ലാം എന്നെ കരകയറ്റി കൊണ്ടുവന്നത് എൻ്റെ ചേച്ചിയാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. കൃഷ്ണ പറയാണ്, അമ്മ കേട്ടല്ലോ. അത് മാത്രമല്ല, 2 തവണ അച്ഛൻ അറ്റാക്ക് വന്നു. ആ സമയത്തെല്ലാം അച്ഛനെ രക്ഷിക്കാൻ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതമ്മയ്ക്ക് അറിയോ എന്ന് ചോദിക്കാണ്. എടി, അങ്ങനെ അറ്റാക്ക് ഉണ്ടാകാൻ കാരണക്കാരി ആരാ? ആദ്യമായിട്ട് അറ്റാക്ക് ഉണ്ടായതും അവൾ വന്നതിന് ശേഷമല്ലേ. രണ്ടാമതുണ്ടായതും അവൾ വന്നതിന് ശേഷാ. അപ്പൊ അതിന് കാരണക്കാരി ആരാ? പിന്നെ എന്നുവെച്ചാ അലീന ചേച്ചിയല്ലേ അച്ഛൻ അറ്റാക്ക് ഉണ്ടായത്. അമ്മയെന്ന് പോവാമേ. അച്ഛനെ രക്ഷപ്പെടുത്തിയതിന്റെ ഭാഗ്യമൊന്നും കരുതി ഞങ്ങൾ ഇരിക്കുമ്പോഴാ അമ്മയുടെ ഇമ്മാതിരി ചൊറിഞ്ഞ വർത്താനം. ചേച്ചിയെ പറഞ്ഞു കേട്ടിട്ട് അമ്മ ഞങ്ങളെല്ലാം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നൊന്നും അമ്മ കരുതണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേച്ചി വലുത് തന്നെയാ എന്ന് കൃഷ്ണമോള് പറയുമ്പം, എങ്കിൽ നീയും കൂടി പോയിക്കോടി അവളുടെ കൂടെ. ഏതോ ഒരു വീട്ടില് ജോലിക്ക് പോയി നിൽക്കുകയല്ലേ, അവിടെ പോയി നീയും കൂടെ നിന്നോ. തൂത്തു തുടയ്ക്കാനും ബാത്റൂം കഴുകാനും പാത്രം കഴുകാനും ഒക്കെ അവളെ പോയി സഹായിക്കടി എന്ന് പറയാണ്. അങ്ങനെ ചേച്ചി വിളിച്ചാൽ പോകാനേ എനിക്കൊരു മടിയുമില്ല എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്.
ഏതോ ഉയർത്തി പിഴച്ചു വരിട്ടിട്ട് പോയ ആ നാശം പഠിച്ചോളെ കാരണം എത്ര കുടുംബത്തിന്റെ സമാധാനമാണ് പോയത്. ഇനി ചെന്ന് കയറിയേക്കുന്നിടത്തും അവൾ ആ സമാധാനക്കേട് ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയാണ്, ചേച്ചിയെക്കുറിച്ച് അങ്ങനെ മോശം പറയണ്ട, പലർക്കും പല ഫ്ലാഷ് ബാക്കുകളുണ്ട്, എല്ലാവരും അതൊക്കെ നോർത്താ കൊള്ളാം എന്നും പറഞ്ഞിട്ട് കൃഷ്ണനോടും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. അയെന്താടി അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് വൈദ്യ ചോദിക്കുമ്പോൾ ബബിത പറയാണ്, അത് അവളല്ലേ പറഞ്ഞത്, അവളോട് ചോദിക്കണമായിരുന്നു, അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം എന്നും പറഞ്ഞ് ബബിതയും ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണേ. രോഹിയും പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ആ നാശം പിടിച്ചോള് എന്റെ മക്കളെ ഇനിന്ന് അകറ്റി വെച്ചിരിക്ക, എന്ത് കൈവശമാണ് ഈശ്വര ഇവർക്ക് അവള് കൊടുത്തത് എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടേ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ ഇറങ്ങി വരികയാണ്. അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ഫുഡ് ആയ മോളെ എന്ന് ചോദിക്കുകയാണ്. അച്ഛാ, ദേ ഇന്ന് കഞ്ഞിയും പയറും ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അതേ ഞങ്ങളെ കൊണ്ട് സാധിച്ചുള്ളൂ, നിങ്ങൾ വിഷമിക്കണ്ട, നാളെ തന്നെ ഒരു സെർവന്റ് വരും, ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഇവിടെ തന്നെ നിൽക്കുന്ന സെർവന്റാ എല്ലാ ജോലികളും ചെയ്തോളും എന്ന് പറയാണ്. എന്തായാലും നന്നായി അച്ഛാ, ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോകണം, ചേച്ചിക്ക് കോളേജിൽ പോകണം, ഏട്ടനും കോളേജിൽ പോകണം, 3 പേരും കൂടിയാ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരാളെ നിർത്തി തന്നെയായിരിക്കും നല്ലത്, ഇത്രയും വലിയ വീടല്ലേ, തൂത്തുടയ്ക്കാനും മുറ്റം തൂക്കാനും എല്ലാത്തിനും തന്നെ എത്ര സമയം വേണം എന്നൊക്കെ പറയുമ്പം ആ അതെല്ലാം ഞാൻ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടാ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഇത്ര ഇതായിട്ട് ഞാൻ ഒരു വേലക്കാരി ഏർപ്പാടാക്കിയത്. എന്നാ പൈസ എന്നറിയോ, നമ്മളൊക്കെ ഒരു IT കമ്പനിയിൽ പോയി ജോലി ചെയ്താൽ പോലും ആ പൈസ കിട്ടില്ല, അതിന്റെ ഇരട്ടി ശമ്പള ഒരു ജോലിക്കാരിക്ക് അറിയോ എന്ന് ചോദിക്കാണ്. അങ്ങനെ ഹാളിലേക്ക് ഡൈനിങ് ടേബിളിലേക്ക് വൈജയം വന്നിരിക്കുന്നുണ്ട്. ഇതെന്താടി കഞ്ഞിയും പയറും ചമ്മന്തിയോ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കാണ്. അമ്മ ഇവിടെ എന്തെടുക്കായിരുന്നു, ആ മുറി കയറി തപസ്സിരിക്കുകയല്ലേ, അല്ലെങ്കിലോ ലാപ്ടോപ്പ് എടുത്ത് കിള്ളിക്കൊണ്ടിരിക്കും, അമ്മയ്ക്ക് വേറൊന്നും അറിയണ്ടല്ലോ, എനിക്ക് കോളേജിൽ പോകേണ്ടതാ, ദേ ഏട്ടനും കോളേജിൽ പോകണം, അവക്കാണെങ്കിലോ ഡാൻസ് ക്ലാസ്സും ഉണ്ട്, എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് ഇത്ര തന്നെ ഉണ്ടാക്കിയ പാട് ഞങ്ങൾക്കറിയാം, അത് മാത്രമാണോ, തുണിയൊക്കെ വാഷ് ചെയ്യണമായിരുന്നു, പാത്രം രാവിലെ ഇട്ടപടി ഇട്ടിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴും അത് വാഷ് ബേസിനിൽ കിടപ്പുണ്ട്, വന്നതിന് ശേഷം ഞങ്ങൾ പാത്രം കഴുകി ഗ്യാസ് എല്ലാം ക്ലീൻ ചെയ്തു, അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു, പിന്നെ റൂമും പെരയും എല്ലാം തുടച്ചെടുത്തു, അതുപോലെ തന്നെ മിറ്റും എല്ലാം അടിച്ചു വാരി, പിന്നെ തുണികളെല്ലാം കഴുകി ഉണക്കി കൊണ്ടുവന്നു, അങ്ങനെ എത്ര പണികളാ ഞങ്ങൾ ചെയ്തെന്നറിയോ, എല്ലാ മുറിയിലെയും ബാത്റൂമുകൾ സഹിതം തേച്ച് കഴുകി, എന്നിട്ടാണ് ദാ ഇത്രയും ഉണ്ടാക്കിയെടുത്തത്, എന്നിട്ട് അമ്മ അതിനും കുറ്റം പറയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അലീനുള്ളപ്പോൾ ഭയങ്കര സഹായമായതല്ല അലീനനെ, അവൾ വയ്യാതെ കുറച്ച് ദിവസം കിടന്നപ്പം ഇവിടെ എന്തൊക്കെ പ്രകടനമായിരുന്നു, എല്ലാ ജോലികളും നിങ്ങൾ 3 പേരും ചെയ്യുന്ന കണ്ടല്ലോ, ഇപ്പൊ പിന്നെ എന്താടി വയ്യാത്തത് എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും കൃഷ്ണ പറയുന്നുണ്ട്, അമ്മേ അത് ചേച്ചിക്ക് വയ്യാതെ കിടന്നപ്പോഴല്ലേ, അമ്മയ്ക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം, അമ്മ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ചേച്ചി ഇവിടെ നാട്ടിപ്പായിക്കുകയൊക്കെ ചെയ്തല്ലോ, അപ്പോഴൊന്നും അമ്മയ്ക്ക് ഒരു പ്രശ്നവും കണ്ടില്ലല്ലോ, അതുകൊണ്ട് ഇനി അമ്മ അതിനെക്കുറിച്ച് പറയണ്ട, അമ്മയ്ക്കൊന്ന് വന്ന് സഹായിച്ചിട്ടായിരുന്നോ, ചപ്പാത്തി ഉണ്ടാക്കാനാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് പരത്തി തന്നാൽ പോരെ, ഞങ്ങൾ ഉണ്ടാക്കാമായിരുന്നല്ലോ, ചിക്കൻ ആണെങ്കിലും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അതിന് വന്ന് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യില്ലായിരുന്നോ, ഇത്രയും പണി ചെയ്ത് ഞങ്ങളുടെ നടു ഒടിഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ ഇനി അമ്മ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഡിഷസ് ഒന്നും ഉണ്ടാക്കാനേ ഞങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ബബിത പറയാണ്, അച്ഛനേർപ്പാടാക്കിയ ഒരു സെർവന്റ് നാളെ വരുന്നുണ്ട്, അതോടുകൂടി അമ്മയുടെ പ്രശ്നം അവസാനിക്കുമല്ലോ എന്ന് പറയുമ്പം ഇനിയും വേറെ ഏതെങ്കിലും കൊച്ചു പെമ്പിള്ളാരായിരിക്കും എന്ന് പറയുമ്പോഴേക്കും രോഹി പറയുന്നുണ്ട്, അമ്മ എന്തറിഞ്ഞിട്ടായി പറയണത്, അമ്മ ഒന്ന് വായടക്കി വെക്കുവോ, ഈ വീട്ടിലെ സമാധാനക്കേട് അലനിച്ചല്ല, അത് അമ്മയാ, അമ്മ ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, അതാണ് ഞങ്ങളെല്ലാം സമാധാനക്കേട് എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനക്കേടായല്ലേ, ഞാൻ കരുതിയത് അവള് പോയ പ്രശ്നമെല്ലാം മാറൂന്നാ, പക്ഷെ നിങ്ങൾക്ക് ആർക്കും ഇപ്പോൾ എന്നെ വേണ്ട, അവളെ മതി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് അമ്മയുടെ ബിഹേവിയർ പോലെ ഇരിക്കും എന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട് കേട്ടോ. ഉടനെ ആ കഞ്ഞിപ്പാത്രം അവളെടുത്ത് അടിച്ചിട്ട് അവൾ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. ബാലചന്ദ്രൻ പറയാണ്, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട, വിശക്കുന്നവർ വേണമെങ്കിൽ വന്ന് കഴിച്ചോളും, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് വേർത്ത് കഴിക്കാറുണ്ടല്ലോ അതുപോലെ കഴിച്ചോളും, നിങ്ങൾ കഴിക്കും മക്കളെ എന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് എല്ലാവരും മുറികളിൽ പോയി കിടക്കുന്നതിന് കേട്ടോ. രാത്രി വിശക്കുമ്പോൾ വൈദ്യം വന്നിട്ട് ആ ടേബിളിലിരിക്കുന്ന കഞ്ഞിയെടുത്ത് കുടിക്കാണ്. സ്നേഹമില്ലാത്ത ജന്തുക്കള്, 3 ഞാൻ തന്നെ പെറ്റതാണല്ലോ എൻ്റെ ഈശ്വര, ഒരു വാ കഴിക്കുന്നെങ്കിലും എങ്കിൽ അമ്മ പോവല്ലേ, കഴിക്കാനെങ്കിലും അത് നിങ്ങൾ പറയുന്നുണ്ടോ, ആ തന്നയുടെ കൂടി അതേ സ്വഭാവമല്ലേ കാണിക്കുന്നത്, എന്ത് പറഞ്ഞാലും അലീന ചേച്ചി അവൾ ഒറ്റരുത് കാരണ ഇതുപോലൊക്കെ സംഭവിച്ചത്,
എൻ്റെ വീടും എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയെല്ലാം അവളെ കൈയടക്കി വെച്ചിരിക്കാം. അത് മാത്രമാണോ, എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ മാതാവിനെയും എല്ലാവരും അവൾ അവളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കാം. ഇപ്പൊ പോയി കയറുന്ന വീട്ടില് എന്താ അവസ്ഥയാണോ എന്തോ. ഇനി അവിടെയും കൂടെ എല്ലാം നശിപ്പിച്ച് കുളം തോണ്ടിയിട്ട് ഇനി തിരിച്ചെങ്ങാനും ഇങ്ങോട്ട് വരുമോ ഈശ്വര എന്ന് ആലോചിച്ചുകൊണ്ട് വൈജ ഇരിക്കാണ്. അങ്ങനെ അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പ്ലേറ്റ് പോലും കഴുകാതെ കൊണ്ട് അടുക്കളയിൽ വാഷ് ബേസിനിൽ ഡിസ്പോസ് ചെയ്തിട്ട് അവൾ നേരെ മുറിയിലേക്ക് പോയി കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം രാവിലെ ശിവനാണെങ്കിലോ ഗംഗേട്ടനെ വിളിക്കുന്നുണ്ട്. ഗംഗേട്ടാ എവിടെ എത്താറായി എന്ന് ചോദിക്കുമ്പം ഞാൻ എത്താറായടാ, ഏകദേശം ഒരു മണിക്കൂടെ, അപ്പോഴേക്കും ഞാൻ അവിടെ എത്തും എന്ന് ഗംഗേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ ഗംഗേട്ടനെ കാത്തിരിക്കാൻ കേട്ടോ ശിവൻ. മനു പോയി ഗംഗേട്ടനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ കൊല്ലപ്പള്ളിയിൽ മുറ്റത്ത് നിന്നുകൊണ്ട് കമലില്ലാത്ത സമയം നോക്കി 3 പേരും കൂടി സംസാരിക്കുകയാണേ. രാജീവനാണെങ്കിലോ ഗൾഫിലാണല്ലോ. ഇവർ 3 പേരും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനു പറയുന്നുണ്ട് രോഹിത്തും അതുപോലെ കൃഷ്ണമോളും ഭവിതയും കൂടി അലിനെ കാണാൻ പോണെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കാ. അത് മാത്രമല്ല കുറച്ചുനാളായില്ലേ ഞാനും കണ്ടിട്ട്, എനിക്കും അവളെ ഒന്ന് കാണാം, അവിടുത്തെ സിറ്റുവേഷനൊക്കെ എന്താണെന്ന് നേരിട്ടൊന്ന് ബോധ്യപ്പെടണം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാമെന്ന് കരുതിയിരിക്കുക. കുട്ടികൾക്ക് ഞാൻ വാക്ക് കൊടുത്തു കൊണ്ടുപോകാന്ന് എന്ന് പറയുന്നുണ്ട്. ശിവൻ പറയാണ് മനു അതൊക്കെ വലിയ പ്രശ്നമാവും. അത് നിനക്കറിയാലോ, അത് സ്റ്റാൻലി ജോസഫാ, അവളുടെ സ്വന്തം അച്ഛൻ. അത് ആരെങ്കിലും അറിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ മക്കൾ അറിഞ്ഞാൽ പോലും അത് വലിയ വിഷയമാവില്ലേ? അവർ പോയി അമ്മയോട് ചോദിക്കില്ലേ? വൈജോട് ചോദിച്ചാൽ പിന്നെ എന്തൊക്കെ വിഷയം ഉണ്ടാവും? അത് ബാലനറിഞ്ഞാലോ? നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പം ഈ സാഹസം വേണോ എന്ന് പറയാണ്. അച്ഛാ ഞാനിപ്പോൾ അവരെ കൊണ്ടുപോയില്ലെങ്കിലും അവർ വേറെ വണ്ടി വിളിച്ചാണെങ്കിലും അല്ലെ രോഹിത് വണ്ടി എടുത്തോനാണെങ്കിലും അവർ പോകും. കാരണം അലീനെ കാണുമെന്ന് അവർക്ക് അത്രയ്ക്ക് ആഗ്രഹമാണ്. എങ്ങനെയെങ്കിലും പോകണമെന്ന് പറഞ്ഞ് നിൽക്കുക. ഇത്രയും നാളായില്ലേ അലീനെ പോയിട്ട്. അവിടെ താമസിക്കുന്ന സാഹചര്യം എങ്ങനെയാണെന്ന് അറിയണം. ചേച്ചി എന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര വാശിയിലാണ്. അത് മാത്രമല്ല രേവതിക്കുട്ടിയും കൂടെ പോകുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ. ഗംഗേട്ട കണ്ടോ സംഭവം? ഇതുകൊണ്ടാ ഞാൻ ഗംഗേട്ടനെ വിളിച്ചു വരുത്തിയത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്ന് ആ സ്റ്റാൻലിക്ക് സത്യങ്ങളെല്ലാം അറിയാലോ. അയാളുടെ വായിന്നോ മറ്റേതെങ്കിലും രീതിയിൽ നിന്നോ വൈജ അയാളുടെ സ്വന്തം അമ്മയാണെന്ന് ആ കുട്ടികൾ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് വന്ന് ഇവിടെങ്ങാണം പറഞ്ഞ് വൈജ അറിഞ്ഞാലോ, ബാലനറിഞ്ഞാലോ വൈജ അറിഞ്ഞുവെന്ന്? അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക? എൻ്റെ മനസ്സിന് ഒരു സമാധാനമില്ല എന്ന് പറയുന്നുണ്ട്. താൻ പേടിക്കാതിരിക്കടോ, അങ്ങനൊന്നും ഉണ്ടാവില്ല. നമുക്കെന്തായാലും ബാലനൊന്ന് കാണാൻ പോണം. ഇവരുടെ യാത്രയെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറയുമ്പോൾ അയാളെന്തായിരിക്കും പറയാന്ന് എനിക്കറിയാം. പോയി കാണട്ടെ അമ്മയുടെ കാമുകനെ എന്നയാളെ പറയുള്ളൂ എന്ന് പറയുമ്പോൾ മനു പറയാണ് അതങ്ങളുടെ ദണ്ണം കൊണ്ട് പറയുന്നതാ. നമുക്കാണ് ഈ അവസ്ഥയെങ്കിൽ നമുക്ക് സഹിക്കാനാവുമായിരുന്നോ? നമ്മളുടെ ഭാര്യമാർക്ക് ഇതുപോലൊരു അഭിഹിതമുണ്ട്, അതൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാലേ നമ്മൾ ഏത് രീതിക്കായിരിക്കും റിയാക്ട് ചെയ്യാന്ന് നമ്മളൊന്ന് ഓർത്താ പോരെ എന്ന് ചോദിക്കാണ്. അതെല്ലാം ശരിയായിരിക്കും മനു, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സംഭവിച്ചു പോയില്ലേ. അതിൻ്റെ പേരിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വാശി കാണിച്ച് ജീവിതം തലക്കേണ്ട കാര്യമുണ്ടോ? അയാൾക്കിപ്പോൾ 3 കുട്ടികളായില്ലേ, അവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ എന്ന് പറയുമ്പോൾ മനു പറയാണ് അതൊക്കെ ഞാൻ കുറെ പറഞ്ഞതാ, പക്ഷെ അങ്കിളുടെ മനസ്സിൽ അത് വല്ലാതെ ബാധിച്ചു. അങ്കിളിനെ എല്ലാവരും കൂടി ചതച്ച പോലെ അങ്കിളുടെ മനസ്സിലിപ്പോൾ തോന്നുന്നത്. അതുകൊണ്ടാ അങ്കിൾ ഒരു നടക്കും പോവാത്തത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശിവേട്ടനും ഗംഗേട്ടനും അതുപോലെ മനുവും കൂടെ കൂടിയിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നെടുമുറിക്കിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടേക്ക് ചെല്ലുമ്പോൾ മുറ്റത്ത് തന്നെ നിന്നുകൊണ്ട് കൃഷ്ണയും ബബിലും നിൽക്കുകയാണ്. ആഹാ അങ്കിൾ എപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇന്നലെ വന്നതേ ഉള്ളു മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണയും ബബിലയും കൂടി അകത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ 2 പേരെയും. അങ്ങനെ 3 പേർക്ക് കൂടി ചായ അവരിട്ട് കൊടുക്കുകയാണ്. കൊള്ളാലോ, പണ്ട് ഇവിടെ വന്നാലേ ഇവരാരും മൈൻഡ് പോലും ചെയ്യാറില്ലായിരുന്നു, ഇപ്പോൾ അത് ചായ വരെ ഇട്ട് തുടങ്ങി എന്ന് മനു പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ അലീന ചേച്ചി പഠിപ്പിച്ച പാഠവാ. പിന്നെ ഇന്നിവിടെ ഒരു സെർവൻറ്റ് വരുന്നുണ്ട്, എത്ര കാലം നിൽക്കുമെന്നറിയില്ല, എങ്കിലും ഞങ്ങൾക്കൊരാശ്വാസമാകും എന്ന് പറയുമ്പം അതൊരു നല്ല കാര്യമാണ്. ഒരാളുണ്ടെങ്കിലേ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ എളുപ്പമാവുമല്ലോ. അല്ല വൈജി എവിടെ? അവളിപ്പോൾ ഒന്നും ചെയ്യാറില്ലേ? നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാറില്ലേ? എവിടെന്ന്? അമ്മ ആ മുറിയിൽ തന്നെ അടച്ചിരിപ്പാ ഇപ്പോഴും. പണ്ട് അലീന ചേച്ചിനെ കുറ്റം പറയായിരുന്നു, ഇപ്പം ആരെ കുറ്റം പറയാനാ? ആ മുറി കയറി ലാപ്ടോപ്പിൽ എന്തൊക്കെയോ പടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിലും അതിനകത്ത് തന്നെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് തൊട്ട് ജോലിക്ക് പോവാണല്ലോ, അതുവരെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അല്ലെങ്കിലും അവിടെ ആളുണ്ടെന്ന് പോലും അറിയില്ലല്ലോ എന്നൊക്കെ കൃഷ്ണയും പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഇവര് 3 പേരും കൂടി നേരെ വൈദ്യരുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ വൈദ്യ ലാപ്ടോപ്പിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഗംഗയുടെ ചോദിക്കുന്നുണ്ട്, ഏത് നേരം നീ മുറിക്കാത്തതിനെ കഥ അടച്ചിരിപ്പാണോ? വൈദ്യ പറഞ്ഞിട്ട്, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? പുറത്തേക്ക് ഇറങ്ങിയിട്ട് എനിക്കിവിടെ ആരുമില്ല. എൻ്റെ മക്കൾക്ക് ഞാൻ ആരുമല്ല. അവർക്കെല്ലാം പ്രധാനം അലീന ചേച്ചിയാ. അതുപോലെ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ആളുണ്ട്. അയാളിപ്പോഴും എൻ്റെ കൂടെ താമസിക്കാറില്ല. അയാൾ വേറെ മുറിയിലാണല്ലോ താമസിക്കാറ്. അയാളുടേതായ ജോലിയിൽ അയാൾ മുഴുകിയിരിക്കുക. ഞാനെന്ന് പറഞ്ഞ ആൾ ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് പോലും അയാൾക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് ഈ മുറിയിൽ നിന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് നിന്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കി, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, നിന്റെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൂടെ? അതങ്ങനെ 24 മണിക്കൂറും ഇതിനകത്ത് ചടഞ്ഞുകൂടി ഇരിക്കുകയല്ലേ? ഒരു ഭാര്യ, ഒരമ്മ എങ്ങനെയാവുമെന്ന് ഇതുവരെ നിനക്ക് അറിയില്ല. ഇനിയെങ്കിലും മക്കളെ ഭർത്താവിനൊക്കെ അങ്ങനെ നോക്കി അവരെ സ്നേഹിച്ച് നിൽക്കാൻ നോക്ക്. അപ്പോഴേക്കും വൈദ്യ പറയുന്നുണ്ട്, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അവർക്കാർക്കും എന്നെ ആവശ്യമില്ലല്ലോ. ഇത്ര അവസരമായിട്ട് പോലും എൻ്റെ കാര്യങ്ങൾ നോക്കാനോ എൻ്റെ സുഖവരൊന്നും അന്വേഷിക്കാനോ ഒന്നും ആരും തയ്യാറാവുന്നില്ല. എപ്പോഴും അലീന മാത്രം. ഞാൻ എന്ത് പറഞ്ഞാലും ഇവർക്കെല്ലാം കുറ്റമാണ്. എൻ്റെ ഭർത്താവാണെങ്കിലോ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാറില്ല. എന്താണ് കാരണമെന്നും എനിക്കറിയില്ല. അലീനയുള്ളതായിരുന്നല്ലോ അയാളുടെ വിഷയം. അവളെ എങ്ങനെ സ്വന്തമാക്കാതായിരുന്നല്ലോ അയാളുടെ ടാർഗറ്റ്. അതിപ്പോൾ നടന്നില്ല. അതിൻ്റെ കലിപ്പായിരിക്കും എന്നോട് എന്ന് പറയുമ്പം ഗംഗേട്ടൻ പറയാണ്, ഞാനൊന്നും പറയാനില്ല. ഞാൻ ബാലനെ കാണാൻ വന്നതാ. കണ്ടു ഞാനങ്ങ് പൊക്കോളാം. എനിക്കിതാ ഗംഗേട്ടൻ മനസ്സിലാവാത്തത്. നിങ്ങളുടെയൊക്കെ സ്വന്തം പെങ്ങളല്ലേ ഞാൻ. എനിക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ട് അവസ്ഥ ഉണ്ടായിട്ടും നിങ്ങളാരും എൻ്റെ വശം നിൽക്കുന്നില്ല. പക്ഷേ അയാൾ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ട് പോലും നിങ്ങളെല്ലാവരും അയാളെ സപ്പോർട്ട് ചെയ്യാം. അയാളെ അതുപോലെ നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ മനു പതിയെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഈ സമയം ശിവൻ ഡോർ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ എന്തൊക്കെയാണ് പണ്ട് കാണിച്ചു കൂട്ടിയെന്ന് നിനക്കറിയോ? നമ്മുടെ കുടുംബത്തിന് അന്തസ് നശിപ്പിക്കാൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് നീ ഓർക്കുന്നുണ്ടോ? കല്യാണത്തിന് മുമ്പേ ഒരു കുഞ്ഞുണ്ടായവളാ നീ. ആ കുഞ്ഞ് ആ ഒരു ബന്ധത്തിന് നീ അതിനുശേഷം നീ ബാലനെ വിവാഹം കഴിച്ചത്, അത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓർമ്മയില്ലാതൊന്നുമല്ല. അത് തന്നെയാണല്ലോ ഇപ്പോൾ ബാലനെയും കാണിച്ചത് എന്ന് ചോദിക്കുമ്പം പിന്നെ നിനക്ക് എന്ത് റൈറ്റ്സാണ് ഉള്ളത് ബാലനോട് മോശമായി പെരുമാറാനും ബാലനെ മോശം പറയാനും അവനെ കുറ്റക്കാരനാക്കാനും? നീയും അവനും ചെയ്തത് ഓരോ തെറ്റ് തന്നെയല്ലേ? നീയും ഒരാളെ സ്നേഹിച്ച് കുറെ കാലം കൂടെ താമസിച്ച് അയാളുടെ ഒരു കുഞ്ഞിനെയും പേറി അതിനെ പ്രസവിക്കുകയും ചെയ്തവളല്ലേ നീ? പിന്നെ നിനക്ക് എന്ത് യോഗ്യതയുള്ളത് നിന്റെ ഭർത്താവിനെ കുറ്റം പറയാൻ എന്ന് ചോദിക്കുകയാണ്. അത് എൻ്റെ കാര്യങ്ങളൊന്നും അയാൾക്ക് അറിയില്ലല്ലോ. പക്ഷെ അയാളുടെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞതല്ലേ. അവള് മോളാന്ന് എല്ലാവരും അറിഞ്ഞില്ലേ? അതിൽ പരം നാണക്കേട് എനിക്ക് എന്താ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും രണ്ടുപേരും ഒരു തൂവൽ പക്ഷികളാ. രണ്ടുപേരും ഒന്നുതന്നെയിൽ ചെയ്തത്. പിന്നെ നിനക്ക് ബാലനെ പറയാൻ ഒരവകാശവും ഇല്ല എന്ന് ഗംഗേട്ടൻ പറയുന്നുണ്ട്. ശിവൻ പറയാണ്, അത് തന്നെയാ ഞാനും പറയുന്നത്. നിനക്ക് അയാളെ പറയാനുള്ള ഒരവകാശവും ഇല്ല. അയാളെ സേവിച്ച് ബാക്കിയുള്ള കാലം മക്കളെ നോക്കി സന്തോഷമായിട്ട് കഴിഞ്ഞു പോകാൻ നോക്ക്. അല്ലാതെ നീ ഭയങ്കര പുള്ളിയാന്ന് പറഞ്ഞ് നടന്നാലേ ഞങ്ങൾ തന്നെ നിന്റെ കാര്യം അയാളോട് പറയേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്ക്. തലയ്ക്ക് മേളിൽ വരുന്ന പെങ്കൊച്ചും ആങ്കൊച്ചും ഉള്ളതാ. ആ ഒരു ഓർമ്മയെങ്കിലും നിനക്ക് വേണം എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ബാലിനെ കാണാനായിട്ട് പോവാണ്. വൈജയ്ക്കാണെങ്കിലോ കളി അടക്കാനാവുന്നില്ല കേട്ടോ. ഇവര് 3 പേരും കൂടി ബാലിന്റെ മുറിലേക്ക് കയറി പോകുന്നത് വൈജ നോക്കുന്നുണ്ടേ. ഇവരാരും ശ്രദ്ധിക്കാതെ ഇവരെ പിന്നാലെ തന്നെ വൈജ പോണുണ്ട്. ഇവരെന്താണ് ബാലിനുമായിട്ട് ഡീപ്പായിട്ട് സംസാരിക്കാനുള്ളത്? താനാണല്ലോ ഇവരുടെ പെങ്ങള്. തനിക്ക് കിട്ടാത്ത പരിഗണന സ്നേഹവും അയാൾക്ക് ഒരു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വൈജു നേരെ ബാലിന്റെ മുറിയുടെ വാതിക്കൽ പോയി ഒളിഞ്ഞു നിൽക്കുകയാണ്. ഈ സമയം ഗംഗേട്ടനെ കണ്ട ബാലൻ, ആഹാ ഗംഗേട്ടനോ, എപ്പോൾ എത്തി എന്ന് ചോദിക്കുകയാണ്. ഞാനിന്നലെ വൈകിട്ട് ലാൻഡ് ചെയ്തു. നിന്നെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാനോ? എന്താ ഗംഗേട്ടാ, പുതിയ വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പുതിയൊന്നുമല്ല. നിന്റെ മക്കളെല്ലാവരും രേവതിക്കുട്ടി മനുവും കൂടി അലീനെ കാണാൻ പോകണമെന്ന് പറഞ്ഞിരിക്കുക. അതിപ്പോ എങ്ങനെയാ എന്ന് ചോദിക്കുമ്പം അവർ പോയി കണ്ടു വരട്ടെ. അവരുടെ ചേച്ചിയല്ലേ, അവർക്ക് കാണാനുള്ള അവകാശം ഉണ്ടല്ലോ. അവരുടെ 3 ചേച്ചിയാ. രേവതിക്കുട്ടിയുടെ ചേച്ചിയാ. പിന്നെ ഈ മനുവിന് അവളെ ഇഷ്ടവുമാണ്. കുറച്ചു കാലോടെ കഴിഞ്ഞാലേ അവൻ അവളെ കല്യാണം കഴിക്കുകയും ചെയ്യും. അതെനിക്ക് ഉറപ്പാ. അല്ലട മനു എന്ന് ചോദിക്കാണ്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ബാല അതൊന്നും അല്ല കാര്യം.
അവർ കാണാൻ പോയാൽ അത് വിഷയമാവില്ലേ, അത് വൈജി അറിഞ്ഞാൽ വലിയ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കാണ്. ബാലൻ പറയുന്നുണ്ട്, അവള് അറിഞ്ഞ വിഷയമാവോ ഇല്ലെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ ഞാനിവിടെ ഓർന്ന് ചെയ്യുന്ന ശിവേട്ടാ. ഇത് എൻ്റെ വീടല്ലേ, അവരെൻ്റെ മക്കളല്ലേ, അവരെവിടെ പോകണം, അവരെന്ത് ചെയ്യണം, ആരെ കാണണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ. അതിന് വൈജയുടെ സപ്പോർട്ട് എനിക്കെന്തിനാ? അവളുടെ അഭിപ്രായം ആര് നോക്കുന്നു? അവൾക്ക് ഈ വീട്ടിൽ ഒരു വിലയുമില്ല, ആ മുറിക്കകത്ത് ഒതുങ്ങിക്കൂടുന്നു, അത്ര തന്നെ എന്ന് പറയുന്നുണ്ട്. ഗംഗേട്ടൻ പറയാണ്, എല്ലാം ശരിയാ ബാലേന്ദ്ര, പക്ഷേ അവളെ അങ്ങോട്ടേക്ക് അയച്ചത് ശരിയായില്ല, സ്റ്റാൻലിയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കാണ് വൈജ. സ്റ്റാൻലിയോ എന്ന് വൈജ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ബാലൻ പറയാണ്, എന്തുകൊണ്ടും അലീന നിൽക്കേണ്ടത് അവിടെ തന്നെയാ, സ്റ്റാൻലി ജോസഫിന്റെ അടുത്താണ് അവൾ നിൽക്കേണ്ടത്. അവിടെ ഇപ്പോ ഇവിടുന്ന് കുട്ടികളെ പോയെന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പം ശിവൻ പറയാണ്, ബാല, എല്ലാം നമുക്കറിയാലോ, അറിയാൻ പായിരുന്നിട്ടും പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവിടെ ഇപ്പോ അലീന പോയിട്ട് ഇത്രയും ദിവസമായി, രണ്ടുപേർക്കും എന്തായാലും സത്യങ്ങളെല്ലാം അറിയാം, ഇനിയിപ്പോ ഈ കുട്ടികളും കൂടെ അറിഞ്ഞാൽ അത് വലിയ വിഷയമാകും എന്നൊക്കെ പറയുമ്പോൾ വൈജ ആലോചിക്കാണ് എന്തിനെക്കുറിച്ചാണ് ഇവർ പറയുന്നതെന്ന്. എന്തുകൊണ്ടായിരിക്കും സ്റ്റാൻലി അങ്ങോട്ടേക്ക് അയച്ചതെന്നും വൈജ ആലോചിക്കുന്നുണ്ട്. ബാലൻ പറയാണ്, സ്റ്റാൻലി ജോസഫ് എന്ന അലീനയുടെ അച്ഛൻ്റെ അടുത്തല്ലേ അവൾ നിൽക്കുന്നത്, അതുകൊണ്ട് അവൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലവും അത് തന്നെയാ. നിങ്ങളുടെ പെങ്ങളാണല്ലോ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി ഏറ്റവും അധികം പ്രഷർ ഉണ്ടാക്കിയതും ബഹളം വെച്ചതൊക്കെ. അപ്പോൾ അവൾക്ക് പോയി നിൽക്കാൻ നല്ലൊരിടം ഞാൻ തന്നെ കണ്ടെത്തണ്ടേ? എൻ്റെ മകളെ പോലെ ഞാൻ അവളെ സ്നേഹിച്ചതാ, എൻ്റെ മക്കളെ അവൾ പൊന്നുപോലെ സ്നേഹിച്ചത്, എന്നെയും സ്വന്തം അച്ഛനെ പോലെയാണ് അവൾ കണ്ടത്. അപ്പോൾ അവളെ അങ്ങനെ വെറുതെ എവിടെയും കൊണ്ടുപോയി ജോലിക്ക് നിർത്താനൊന്നും എനിക്ക് സാധിക്കില്ല, അവളെ സുരക്ഷിതമെന്ന് തോന്നുന്നത് മാത്രമല്ലേ എനിക്ക് ആക്കാനാവുള്ളൂ എന്ന് ചോദിക്കുമ്പം ബാലൻ നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അവളെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും ആക്കായിരുന്നല്ലോ, പഠിക്കാനോ ഉന്നത പഠനത്തിനോ ഹോസ്റ്റലിലോ എങ്ങോട്ടെങ്കിലും. ഈ ഒരു രീതിക്ക് ഒരു പ്രശ്നം ആക്കണമായിരുന്നോ? അല്ലെങ്കിൽ തന്നെ സത്യങ്ങളെല്ലാം വൈജയോട് പറയായിരുന്നെങ്കിൽ ഇവിടെ തന്നെ സന്തോഷമായിട്ട് എല്ലാവർക്കും കൂടെ കഴിഞ്ഞൂടെ എന്ന് പറയുമ്പോൾ വേണ്ട, അപ്പോഴേ ഞാനൊരു വെറും പൊട്ടനായിപ്പോവും, വെറും ഉണ്ടാക്കാനായിപ്പോവും, അത് വേണ്ട. സ്റ്റാൻലി ജോസഫ് എന്ന അവളുടെ അച്ഛനിൽ തന്നെയാണ് അവൾ നിൽക്കേണ്ടത്, അവൾ ഏറ്റവും സുരക്ഷിതമായി നിൽക്കേണ്ട സ്ഥലം അത് തന്നെയാണ് എന്ന് പറയുന്നതിന് കേട്ടോ. ഇത് കേട്ട് ചങ്കുപൊട്ടി നിൽക്കാണ് വൈജ. സ്റ്റാൻലി ജോസഫ് 23 വർഷങ്ങൾക്ക് മുമ്പേ താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആൾ, തനിക്ക് തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞിനെ നൽകിയ ആൾ, തന്നെ ചതച്ചിട്ട് പോയ ആളുടെ കാര്യമല്ലേ അവര് പറഞ്ഞത്? ആളുടെ മകളാണ് അലീന എന്നല്ലേ അയാളെ പറഞ്ഞത്? അതിന്റെ അർത്ഥം എന്താ? സ്റ്റാൻലി ജോസഫിന്റെ മകൾ അത് എൻ്റെ മകളല്ലേ എന്ന് വൈജ സംശയത്തോടെ നോക്കി നിൽക്കാണ്. ഈ സമയം ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാല, ഞങ്ങൾ പറഞ്ഞതല്ലേ വൈജയോട് എല്ലാം തുറന്നു പറയാന്ന്, വൈജയുടെ മകളാണ് അലീനയെന്നും സ്റ്റാൻലിക്കും വൈജയ്ക്കും ജനിച്ച കുഞ്ഞാണ് അലീന, ഇത്രയും കാലം അവള് മരിച്ചുപോയെന്ന് കരുതി അലീന മരിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയാന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ, നീയല്ലേ അതിന് സമ്മതിക്കാഞ്ഞത്, എന്നിട്ടിപ്പോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പം ഇതാണ് എൻ്റെ ശരി, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ വിവാഹത്തിന് മുമ്പേ അവിഹിതത്തിലുണ്ടായ ഒരു കുട്ടിയുണ്ടെന്നും അവളെ ചേർത്ത് ഞാൻ പിടിച്ചതും എല്ലാം എൻ്റെ മനുഷ്യത്വം കൊണ്ടാ, അല്ലാതെ ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. എന്നെ നിങ്ങൾ എല്ലാവരും ചതിച്ചു, അത് ഞാൻ മനസ്സിലാക്കി. ഇനിയും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൈയും കുപ്പി നിൽക്കണമെന്നാണോ നിങ്ങളെ പറഞ്ഞത്? നിങ്ങളുടെ പെങ്ങളുടെ മുമ്പിൽ പോയി നീ പ്രസവിച്ച കുഞ്ഞിനെ ഞാൻ കണ്ടു, അവളെ ഞാൻ സംരക്ഷിച്ചോളാം, നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് ഇനി ഞാൻ പറയണോ? ഒരിക്കലുമില്ല. അലീനേനെ ഞാൻ നോക്കും എൻ്റെ മോളെ പോലെ, പക്ഷേ ഇവളെ അങ്ങനല്ല, അവൾ എന്നെ ചതിച്ചതാ, നിങ്ങളും കൂടി. അതുകൊണ്ട് ഇനി ഒരിക്കലും അവളെ ഞാൻ അംഗീകരിക്കില്ല. അവൾക്കിപ്പോഴും അറിയില്ല ഞാൻ എന്തിനാ അവളെ അകറ്റി നിർത്തുന്നതെന്ന്. അത് പറഞ്ഞാൽ ആ നിമിഷം അവളുമായിട്ടുള്ള ഞാനുമായിട്ടുള്ള ബന്ധം അങ്ങ് അവസാനിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, എന്നാണോ വൈജയന്തി സത്യങ്ങളെല്ലാം അറിയുന്നത് ആ നിമിഷം തന്നെ ഞാൻ അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കും. പിന്നീട് ഒരിക്കലും വൈജി ഞാനും തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല. നിങ്ങളോട് എല്ലാവരോടും ഞാനത് പറഞ്ഞിരുന്നതാണല്ലോ എന്ന് പറയാണ്. അതൊക്കെ ശരിയാ, എങ്കിലും കുട്ടികളുടെ ഈ പോക്കൊന്ന് മുടക്കാൻ വെക്കുവോ? അവിടെ ചെന്ന് അവരെങ്ങാനും മനസ്സിലാക്കിയാലോ? രോഹിത്തിനും ബബിതയ്ക്കും സത്യങ്ങളൊന്നും അറിയില്ല, അവരെങ്ങാനും അറിഞ്ഞാലോ അത് സ്വന്തം അമ്മയുടെ പഴയ കാമുകനായിരുന്നോ, അല്ലച്ചിച്ച് സ്വന്തം അമ്മയുടെ മകളാണെന്നൊക്കെ അറിഞ്ഞാൽ അത് വിഷയമാകില്ലേ എന്ന് പറയുമ്പം അതൊന്നും അറിയിക്കാതെ അലീന ശ്രദ്ധിച്ചോളും എന്ന് ബാലൻ പറയുന്നുണ്ട്. കുട്ടികൾക്ക് അലീനെ കാണുമെന്ന് വലിയ ആഗ്രഹം. അലീനയ്ക്കും അങ്ങനെ തന്നെ. ഇത്രയും നാളായില്ലേ അവരെ കണ്ടിട്ട്, ഇത്രയും നാളൊരു കൂടപ്പറപ്പിനെ പോലെ അവരെ സ്നേഹിച്ചു കൊണ്ട് നടന്നതല്ലേ, അപ്പം അവരുടെ മനസ്സിലും ആ ഒരു ബുദ്ധിമുട്ട് കാണും. എന്തായാലും മനുവും പോകുന്നുണ്ടല്ലോ, എല്ലാവരും കൂടെ പോയിട്ട് വരട്ടെ. അതിന് ഗംഗേട്ടനെ ഇവിടം വരെ വിളിച്ചു വരുത്തി എന്നോട് പറയേക്കേണ്ട വല്ല കാര്യമുണ്ടോ ഗംഗേട്ടാ? അതൊക്കെ അലീന നോയിക്കോളും.
പിന്നെ നിങ്ങളുടെ പെങ്ങളുടെ അഹങ്കാരം കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ. അവൾ അഹങ്കാരം കുറച്ച് നല്ലൊരു ഭാര്യയെ ജീവിക്കാമെന്നെങ്കിൽ, എന്നെ സ്നേഹിക്കാമെന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവളെ സ്വീകരിച്ചേനെ. അവളുടെ മകളെ ഞാൻ പൊന്നുപോലെ നോക്കിയേനെ. പക്ഷേ ഇത് അങ്ങനല്ലല്ലോ. ഇപ്പോഴും അവൾ എന്നോട് കയർത്തുകൊണ്ട് എന്നോട് മത്സരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. വൈജി എന്നാൽ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഇവിടെ കയറ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആദ്യം അവളുടെ അഹങ്കാരം ഒന്ന് കുറയട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. വൈജ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആരും കാണാതെ താഴേക്ക് തന്നെ മുറിയിലേക്ക് പോവാണ്. അവിടെ പോയിരുന്ന് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. ഈ സമയത്ത് ഗംഗേട്ടനും ശിവനും കൂടി ഒന്നും അറിയാത്തതുപോലെ വൈജയുടെ മുറിയിലേക്ക് വരികയാണ്. വൈജ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിട്ട് എന്തിനാ കരഞ്ഞു ചോദിക്കുമ്പം ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ വേറൊന്നുമല്ല, ഞങ്ങള് അവനോട് വേറെ കാര്യം സംസാരിക്കാൻ വന്നതാ. എന്ത് സംസാരിക്കാൻ ചോദിക്കുമ്പം അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ തടിതപ്പുന്നുണ്ട്. അലീനെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യമാണോ എന്ന് ചോദിക്കുമ്പം ഒരിക്കലുമല്ല എന്നവർ പറയാണ്. അല്ലെ അലീന ആരുടെ വീട്ടിൽ താമസിക്കുന്നേ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അത് ബാലേന്ദ്രന്റെ ഏതൊരു സുഹൃത്താണ് എന്നും പറഞ്ഞിട്ട് ഗംഗേട്ടനും ശിവേട്ടനും അവിടുന്ന് പെട്ടെന്ന് വലിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയതിനു ശേഷം വൈജ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് പൊട്ടിക്കരയാണ്. അപ്പൊ തന്റെ ഭർത്താവിനും തന്റെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് അറിയാം. തനിക്കൊരു മകളുണ്ടെന്ന് അയാൾക്കറിയാം. ഇത്രയും കാലം താൻ കരുതിയിരുന്നത് താൻ നൊന്ത് പ്രസവിച്ച തന്റെ സ്വന്തം കുഞ്ഞ് മരിച്ചുപോയെന്നാണ് അവൾ കരുതിയിരുന്നത്. പക്ഷെ തന്റെ സഹോദരങ്ങൾക്കും തന്റെ ഭർത്താവിനും മനുവിനും പോലും അറിയാം തന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല, അവൾ ജീവനുണ്ടെന്ന്. അവളാണ് താൻ ഇത്രയും കാലം ഉപദ്രവിക്കുകയും മോശം പറഞ്ഞടക്കുകയും ചെയ്ത അലീന എന്ന് ഓർക്കുമ്പോൾ വൈദ്യയുടെ ചങ്ക് പൊട്ടിപ്പോവാണ്. സ്വന്തം മകളെയാണല്ലോ ഇത്രയും കാലം ഞാൻ ഉപദ്രവിച്ചതും അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതും എന്നെല്ലാം ഓർത്തുകൊണ്ട് അവളുടെ ഹൃദയം വിങ്ങി പൊട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മനുവിനും ഈ കാര്യങ്ങളെല്ലാം അറിയാം. അതോർക്കുമ്പോഴും അവൾക്ക് വല്ലാത്തൊരു ഗിൽറ്റി ഫീൽ ആവുന്നുണ്ട്. ഇനി ഇത് ആർക്കൊക്കെ അറിയാമെന്നൊന്നും അവൾക്കൊരു പിടിയില്ലല്ലോ. പിന്നെ സ്റ്റാൻലിക്കും അവൾ സ്വന്തം മകളാണെന്നുള്ള കാര്യം മനസ്സിലായി. ബാലേന്ദ്രനാണ് നേരിട്ട് പോയി സ്റ്റാൻലി അടുത്തേക്ക് അതിനെ ഏൽപ്പിച്ചത്. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്നൊക്കെ ആലോചിച്ച് ആകെപ്പാടെ തലപുകയ്ക്കാണ്. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആരോട് ചോദിക്കും? താനെങ്ങാണ്ട് സത്യം അറിഞ്ഞെന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ അപ്പോൾ തന്നെ മക്കൾ ഉപേക്ഷിക്കും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത്രയൊക്കെ അറിഞ്ഞിട്ടും തൻ്റെ മകളെ അലിനെ പൊന്നുപോലെ സ്നേഹിച്ച ആളാണ് ബാലേന്ദ്രൻ. അതുകൊണ്ട് അയാളെ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല എന്ന് വൈദ്യ തീരുമാനിക്കുകയാണ്. എങ്ങനെയെങ്കിലും ബാലനറിയാതെ തൻ്റെ മകളെ ചേർത്ത് പിടിക്കണം, തൻ്റെ മകളെ ഇവിടെ കൊണ്ടുവരണം, ഇനിയുള്ള കാലം അവളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ വൈദ്യ ഓർക്കാണ്. ഇതിന്റെ സത്യാവസ്ഥ ആരോട് ചോദിക്കും, ആരോട് പറയണം, എങ്ങനെ പറയണം, എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാതെ അവൾ ആകെപ്പാടെ തല കറങ്ങി നിൽക്കുകയാണ്. പണ്ട് തന്നെ 8ാം മാസം ഗർഭിണിയായിരുന്നപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയ ആളാണ് സ്റ്റാൻലി. പിന്നെ എന്തുകൊണ്ടായിരിക്കാം അയാളിപ്പോൾ മകളെ സ്വീകരിച്ചത്? ബാലിനി പോയി എന്തൊക്കെ പറഞ്ഞു കാണും, എന്തൊക്കെയായിരിക്കാം രണ്ടുപേരും മീറ്റിയ സമയത്ത് സംഭവിച്ചിരിക്കുക എന്നെല്ലാം ആലോചിച്ച് അവളുടെ തലയ്ക്ക് ഭ്രാന്തെടുക്കുന്നുണ്ട്. 23 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഗർഭിണിയാക്കി കടന്നു കളഞ്ഞ തന്റെ കാമുകനാണല്ലോ സ്റ്റാൻലി. അങ്ങനെയാണല്ലോ വൈദ്യ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അയാളിപ്പോൾ എന്തിനായിരിക്കാം കുട്ടിയെ സ്വീകരിച്ചത്? ബാലേന്ദ്രൻ ഇതെന്നായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക? അലിനിക്കും താൻ അമ്മയാണെന്ന് അറിയാമല്ലോ. തന്റെ ഉപദ്രവങ്ങളൊക്കെ അവൾ എങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക? അതുപോലെ ആരൊക്കെ ഈ സംഭവങ്ങൾ അറിഞ്ഞു എന്നെല്ലാം ഓർത്തുകൊണ്ട് ശരിക്കും നമ്മുടെ വൈദ്യക്ക് ഭ്രാന്ത് പിടിക്കുന്നതിൽ തോന്നുകയാണ്. എങ്ങനെയെങ്കിലും ഇതിന്റെ സത്യാവസ്ഥകൾ കണ്ടെത്തണം. അലീന തന്റെ മകളാണെങ്കിൽ അവളെങ്ങനെ അവിടെ എത്തിപ്പെട്ടു? ആരവളെ കൊണ്ടാക്കി? തന്നോട് എന്തുകൊണ്ട് കുഞ്ഞ് മരിച്ചു എന്ന് കള്ളം പറഞ്ഞു? സ്റ്റാൻലിയുടെ അടുത്ത് എങ്ങനെ എത്തിച്ചു? എല്ലാം തനിക്ക് അറിയണം എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് അന്വേഷിക്കാനായിട്ട് അവൾ ഇറങ്ങിത്തിരിക്കുകയാണ്.